അപ്പോൾ അങ്ങനെ മാമിന് ഏതെങ്കിലും കിട്ടിയ ഓട്ടോപ്സി റിപ്പോർട്ട് വഴി അങ്ങനെ അത്തരത്തിലൊരു വളരെയധികം പ്ലാൻ ചെയ്ത് ആ സിനിമ കണ്ട് അതിൽ ഇൻസ്പയർഡ് ആയൊക്കെ ചെയ്തിട്ടുള്ള ദൃശ്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത്തരം സിനിമകളൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള കേസസ് മാമിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ? അങ്ങനത്തെ കേസുകളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദൃശ്യം സിനിമ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ചെയ്യുന്നത്, നമ്മൾ അത് പോലീസിനാണ് ഹിസ്റ്ററി കിട്ടുക, നമ്മളുടെ വരുമ്പോൾ കോസ് ഓഫ് ഡെത്ത് എന്തെങ്കിലും ആയിരിക്കും, ഇഞ്ചുറിയൊക്കെ. അങ്ങനെ കൊലപാതകത്തിന് ശേഷം മൊബൈൽ ഒരു സൈഡിലേക്ക് ട്രെയിനിൽ കയറ്റി വിടുക, ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് സിമെൻറ്റ് സ്ലാബ് തേച്ച് മറ്റേ സിമെൻ്റൊക്കെ തേച്ച് അടച്ച് ഭദ്രമാക്കി വെക്കുന്ന കേസുകളൊക്കെ, മാൻ മിസ്സിങ് കേസ് ട്രേസ് ചെയ്ത് ഇപ്പോൾ പോലീസിന് മനസ്സിലായെന്ന് തോന്നുന്നു, മൊബൈൽ പോകുന്ന ഡയറക്ഷനിലായിരിക്കില്ല ആളുള്ളതെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ അങ്ങനെ തന്നെ ദൃശ്യം കണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും പോലീസുകാരും ദൃശ്യം കണ്ടു. അതുകൊണ്ട് അങ്ങനത്തെ കേസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് മുമ്പ് നടന്ന ഒരു ചെയ്ത കേസ്, ഇവിടെ മർഡർ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൻ്റെ എവിടെയോ ഒരു ഭാഗത്ത് കൊണ്ടുപോയാണ് കുഴിച്ചിട്ട്, അത് ട്രിവാൻഡ്രത്ത് നിന്നൊരു ടീം പോയാണ് ഓട്ടോപ്സി ചെയ്തത്. എക്സ്യൂം ചെയ്ത് ഓട്ടോപ്സി ചെയ്യേണ്ടി വന്ന അവിടെ, കാരണം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ചവർകൂനയിൽ കുഴിച്ചിടുകയൊക്കെ ചെയ്തു. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. ചില കേസുകളൊക്കെ ചെയ്താൽ ഇന്നും നെവർ അൺറിസോൾവിങ് പോലെയുള്ള കേസുകളും ഉണ്ട്.